മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സഭയിൽ നിന്ന് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോ? ഞാൻ അതിന്റെ പരിഭാഷ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാനൊരു കാര്യം ആദ്യമേ തന്നെ എടുത്തു പറയാ. രാജ്യത്ത് നരേന്ദ്രമോദിയോട്, അമിത്ഷായോട്, BJP-യോടൊക്കെ മുട്ടിയിട്ട് നേർക്കൊന്ന് മുട്ടാൻ പോലും കോൺഗ്രസിന് ഈ അടുത്ത കാലത്തൊന്നും തന്നെ സാധിക്കാൻ പോകുന്നില്ല. ഒരു തർക്കമില്ലാത്ത വിഷയ. അമ്മാതിരിയുള്ള ഒരു ബില്ലല്ലേ ഇപ്പോ സഭയില് അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോഴാണ് എന്താണ് ചാണക്യതന്ത്രം, എന്താണ് ദീർഘവീക്ഷണം എന്നൊക്കെ രാജ്യത്തെ ജനത ഒന്നടങ്കം തിരിച്ചറിയുന്നത്. ഇതിനെ ഒന്നും മറികടക്കാൻ ഒരു തരത്തിലും കോൺഗ്രസിന് സാധിക്കൂല. ഞാൻ ഏതായാലും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പൂർണ്ണമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നിരുന്നാലും അതിലെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇന്ന് സഭയിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളൊരു മിഥ്യാധാരണയിലും ആകരുത്, നമ്മൾ ആ അഹങ്കാരത്തിലും ആകരുത്. ഞാൻ, നമ്മൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഞാൻ, നിങ്ങൾ എന്നിവയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നമ്മൾ എന്തെങ്കിലും നൽകുന്നുവെന്ന മിഥ്യാധാരണയിലും ആകരുത്. നമുക്ക് അങ്ങനെയല്ല. അവൾക്കൊരു അവകാശമുണ്ട്. പതിറ്റാണ്ടുകളായി നമ്മൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ന് ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാനും അതിൽ നിന്ന് മോചനം നേടാനുമുള്ള അവസരമാണിത്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നു. ഞങ്ങൾ അതിനോടൊപ്പമുണ്ട്. എന്നാൽ മറ്റുള്ളവർ എല്ലായ്പ്പോഴും എന്തെങ്കിലും സാങ്കേതിക വാദങ്ങൾ ഉന്നയിക്കുകയും അത് നിർത്തലാക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴെല്ലാം സ്ത്രീകൾക്ക് 33% സംവരണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ആ യുഗം കഴിഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്കത് പറയാൻ പോലും ധൈര്യമില്ല. അതുകൊണ്ടാണ് സാങ്കേതിക ഒഴിവു കഴിവുകൾ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തെ സ്ത്രീകളോട് അത് വിശദീകരിക്കാൻ കഴിയില്ല. സഭയിൽ സംഖ്യകളുടെ കളി എന്താണെന്ന് കാലം പറയും. വിവിധ സാങ്കേതിക പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ ഒഴിവുകൾ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നതിലൂടെ ഞങ്ങൾ 3 പതിറ്റാണ്ടുകളായി ഈ കുഴപ്പത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് നേടിയെടുത്തു. അത് തടയാൻ 3 പതിറ്റാണ്ടുകൾ പോരെ. 3 പതിറ്റാണ്ടുകളായി നിങ്ങൾ അത് തടഞ്ഞു നിർത്തി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ കുറഞ്ഞത് ഇപ്പോഴെങ്കിലും അത് ചെയ്യുക. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, 2001 അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇവിടെയുള്ള ചിലർ മോദിക്ക് അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇതിനെ എതിർത്താൽ എനിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അതിനൊപ്പം പോയാൽ ആരും കഷ്ടപ്പെടില്ല. വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ആർക്കും അവശേഷിക്കില്ല. പിന്നെ ആർക്കും പ്രയോജനം ലഭിക്കില്ല. അതുകൊണ്ടാണ് നമുക്കിതിന്റെ അംഗീകാരം വേണ്ട. ഇത് പാസ്സായ ഉടൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ഒരു പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരുടെയും ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ക്രെഡിറ്റ് നിങ്ങൾ ഏറ്റെടുക്കണം. ക്രെഡിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ക്രെഡിറ്റ് മാത്രം എടുക്കണം. ആരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾ സർക്കാർ ചെലവിൽ ചെയ്തു തരും. ക്രെഡിറ്റിനായി ഞാൻ നിങ്ങൾക്കൊരു ബ്ലാങ്ക് ചെക്ക് നൽകുന്നു. ഇത്ര സുന്ദരമായ പ്രസംഗം ഇത്. ഈ രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകൾ ഇത് കേട്ട് കൈയടിക്കല്ലേ? ഇത് രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സഭയിൽ പ്രസംഗിച്ചതാ. ഇതിപ്പോ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആവുമോ എന്നുള്ള ഭയമാണെങ്കിൽ അത് വേണ്ട. നിങ്ങൾക്ക് ഞാനൊരു ബ്ലാങ്ക് ചെക്ക് നൽകാം. നിങ്ങൾ ആ ക്രെഡിറ്റ് എഴുതിയെടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. എന്നാലും ഇതിന് തടസ്സം നിൽക്കരുതേ എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുക. യഥാർത്ഥത്തിൽ ഇതൊരു ചാണക്യതന്ത്രം കൂടി. അതായത് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഇതിനെ കോൺഗ്രസ് എതിർത്താൽ എന്താ? ഇത് കോൺഗ്രസ് എതിർത്താൽ എന്ത് സംഭവിച്ചു? രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ കോൺഗ്രസ് എന്ന സന്ദേശം രാജ്യം ഒന്നടക്കം സ്ത്രീകൾ ചർച്ചയില്ലേ? പ്രത്യേകിച്ച് യുവ പുതുതലമുറയിലെ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യില്ലേ?
ഇത് മറ്റൊന്ന് ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു സുന്ദരമായ ഒരു ചരിത്ര സംഭവം തന്നെയല്ലേ രാജ്യത്തിന് മുതൽ 33% സ്ത്രീകൾക്ക് സംവരണം. അതായത് രാജ്യത്തിന് സഭയിലേക്ക് വലിയൊരു വിഭാഗം സ്ത്രീകൾ എത്താൻ തുടങ്ങുന്നു. അതിന് നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാവ്, രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാവ്. അങ്ങനെ ഒരുപാട് കയ്യടികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സ്വന്തമാവും. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നരേന്ദ്രമോദിയോടോ BJPയോടോ നേർക്ക് നേർ മുട്ടിയിട്ട് ഒരു ആശയപരമായിട്ട് ഒന്ന് കടന്നു മുന്നേറാനൊന്നും നിലവിലെ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ കൂട്ടിയാൽ സാധിക്കില്ല. കാരണം എന്താ? കോൺഗ്രസ് ഈ സംവരണ വിഷയത്തിൽ പോലും, വനിതാ സീറ്റ് സംവരണത്തിൽ പോലും എന്താ വിളിച്ചു വരുന്നത്? മുസ്ലിം സംവരണം. ഏത് അഖിലേഷ് യാദവ് ചാടി. ഇവരിപ്പോ ഈ മതത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രീണനത്തിലൊക്കെ കുടുങ്ങി താട്ടി തിരിഞ്ഞ് കോൺഗ്രസ് ഇങ്ങനെ ദിനം പ്രതി മുടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതേസമയം രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകൾ, അതിൽ മതഭേദമന്യേ സകല സ്ത്രീകൾക്ക് വേണ്ടി, ഇതിലും മതമൊന്നുമല്ല, സകല സ്ത്രീകൾക്കോ, ഇതേതെങ്കിലും മുസ്ലിം സ്ത്രീ എതിർക്കോ, ഇതേതെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീ എതിർക്കോ, ഇത് ഹിന്ദു സ്ത്രീ എതിർക്കോ, ഏതെങ്കിലും മതത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിനെതിർക്കില്ല. ബോധമുള്ള രാജ്യത്തെ സകല പെൺകുട്ടികളും സകല സ്ത്രീകളും ഇതിനെ കൈയടിക്കില്ലേ? സ്ത്രീകൾ ഉയർന്നു വരുന്ന ഈ രാജ്യത്തെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനം നരേന്ദ്രമോദി കൈകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് സുന്ദരമായൊരു ചരിത്രം പിറക്കുന്നു. അത് നരേന്ദ്രമോദിയുടെ പേരിൽ സ്വന്തമാകുന്നു. അത് BJP സർക്കാരിന്റെ പേരിൽ സ്വന്തമാകുന്നു. ഈ അടുത്ത കാലത്തൊന്നും തന്നെ കോൺഗ്രസ് രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ഒരു തരത്തിലും എത്താൻ പോകുന്നില്ല. കാരണം ഇത്തരത്തിലൊക്കെ ഒരു വനിതാ സംവരണ ബില്ലൊക്കെ വരുമ്പോ ലേശം ഖവായിദയുള്ള, ലേശം ബുദ്ധിയുള്ള, ലേശം വകതിരിവുള്ള ഏതെങ്കിലും ഒരുത്തൻ കോൺഗ്രസിലുണ്ടെങ്കിൽ ഇത് പരമാവധി ചർച്ചയാക്കാതെ അങ്ങ് പാസ്സാക്കിയിട്ട് തടി കഴിച്ചിലാക്കണ്ടേ. ഇതിനൊന്ന് തൊട്ടാൽ അതൊരു തീയല്ലേ? ഈ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ പോലും നടക്കുക. ഇതൊക്കെ വലിയ ഈ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നിരയിൽ ഓരോരുത്തരുമില്ലേ കഥകളെ, ഓരോരുത്തരുമില്ല എന്നല്ലേ നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടത്. പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരി ശക്തി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ത്രീകളുടെ ഉന്നമനം, അത് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാ. നാരി ശക്തി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള പലരും നരേന്ദ്രമോദിയെ ട്രോളാൻ പോലും പല സമയങ്ങളിലും ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന് അങ്ങ് ഇറങ്ങിയപ്പോ ലോകത്തേതൊരു രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ടത് ശത്രു രാജ്യം തന്നെ തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ ഇറങ്ങുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ, അതേതൊരു രാജ്യത്തെ സംബന്ധിച്ചും വളരെ 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 പ്രധാനപ്പെട്ടതാ. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാരി ശക്തി ഉയർത്തിപ്പിടിച്ചിട്ട് വ്യോമിക സിംഗിനെയും സോഫിയ ഖുറൈഷിയെയും നേതൃത്വം കൊടുത്തതാ. ഓപ്പറേഷൻ സിന്ദൂരിനെ രാജ്യം ഒരു യുദ്ധം പോലും നരേന്ദ്രമോദിയുടെ കാലത്ത് നയിച്ചിട്ടുള്ളത് നാരി ശക്തിയാ. സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗും നേതൃത്വം കൊടുത്തതാ രാജ്യത്തെ. ലോകം നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന് കൈയടിച്ചതാ. ആ യുദ്ധത്തിന് അത്രത്തോളം ലോകത്ത് പ്രാധാന്യമുണ്ട്. അത്രത്തോളം സ്ത്രീകൾ നേതൃത്വം കൊടുത്ത് നരേന്ദ്രമോദിയുടെ കാലത്ത് സ്ത്രീകൾ നേതൃത്വം കൊടുത്തുകൊണ്ടൊരു യുദ്ധത്തില് നമ്മുടെ ഭാരതം വിജയിച്ചു. നരേന്ദ്രമോദി സ്ത്രീ ശാക്തീകരണം എന്നൊന്നും പറയുന്നത് വെറുതെയല്ല, അത് പ്രവൃത്തിയിലൂടെ രാജ്യത്തെ ഓരോ സ്ത്രീയിലേക്കും ഓരോ പെൺകുട്ടിയിലേക്കും ആ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നേരിട്ടെത്തുക. ഇനി പറയുന്നത് പോലെ 33% സംവരണമൊക്കെ വരുത്തുമ്പോൾ അത് എത്രത്തോളം വലിയ രീതിയിലാണ് അത് സ്ത്രീകളിൽ ഈ രാജ്യത്ത് ഉന്നമനം ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെയോ ജനാധിപത്യം ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞ് മരമൊണ്ണകൾ കിടന്നു തുള്ളുന്നുണ്ട്.
കോൺഗ്രസ്സുകാരും കൂടിയിട്ട് അതിനൊക്കെ ബോധമുള്ള സകലരും പുച്ഛിച്ചു തള്ളുക. ഇത് രാജ്യത്തെ ഒന്നടങ്കം സ്ത്രീകളും ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. അതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനഹൃദയങ്ങളിൽ ദിനം പ്രതി സ്ഥാനം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇവിടെ ഒരുപാട് ആള് അത് ഏകാധിപതിയാണോ എന്ന് ബോധവും വിവരമില്ലാതെ വിളിച്ചത്. ഇത്തരത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയെ എത്ര കാലം വേണമെങ്കിലും വിവേകമുള്ള ജനത തിരഞ്ഞെടുക്കുമെന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എന്നാണ് ഇനി മനസ്സിലാക്കുക. നരേന്ദ്രമോദിയോടൊന്നും നേർക്ക് നേർമുട്ടാൻ നിലവിൽ രാജ്യത്തെ പ്രതിപക്ഷത്ത് ഒരുത്തരും ഇല്ല എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ.